أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا الذكر وكانوا قوما بورا فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا. الله العظيم. സൂറത്തുൽ ഫുർഖാൻ 18-19. ഖാലു, അവർ പറഞ്ഞു, അഥവാ അവർ പറയും എന്നർത്ഥം. സുബ്ഹാനക, നിന്റെ പരിശുദ്ധി, നാദാ നിന്റെ പരിശുദ്ധി. മാ കാന യംബഗി ലനാ, ഞങ്ങൾക്ക് ആഗ്രഹിക്കാവുന്നതേ ആയിരുന്നില്ല. മാ കാന ആയിരുന്നില്ല, യംബഗി എന്ന് പറഞ്ഞാൽ ആവശ്യമാകുക അല്ലെങ്കിൽ ആലോചിക്കുക എന്നൊക്കെ അർത്ഥം. അങ്ങനെ വേണമെന്ന് തോന്നുക. മാക്കാന എംബഗീലന, ഞങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നതേ ആയിരുന്നില്ല. അന്നത്തഹിദ, ഞങ്ങൾ സ്വീകരിക്കൽ, മിൻ ദൂനിക്ക, നിന്നെ കൂടാതെ, മിൻ ഔലിയ, യാതൊരു രക്ഷകരെയും. വലാക്കിൻ, പക്ഷേ, മത്തഅ്തഹും, നീ ഇവരെ ആസ്വദിപ്പിച്ചു, വാബാഅഹും, അവരുടെ പിതാക്കന്മാരെയും, ഹത്താ നസുദ്ദിക്ര, അവർ ഉത്ബോധനത്തെ മറന്നുകളയും വരെ. വക്കാനു, അവരായിരുന്നു, ഖൗമൻ ബൂറ, നശിച്ച അല്ലെങ്കിൽ നാശോന്മുഖമായ, നശിക്കാറായ ജനതയായിരുന്നു അവർ. ഫഖദ് കസ്സബൂക്കും ബിമാ തഖൂലൂന, ഫഖദ് കസ്സബൂക്കും, അപ്പോൾ നിങ്ങളെ അവർ കളവാക്കിയിട്ടുണ്ട്. ബിമാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ. ഫമാ തസ്തതിഊന, അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുകയില്ല. സർഫ, മാറൽ അല്ലെങ്കിൽ തിരിച്ചുവിടൽ, അതല്ലെങ്കിൽ മാറിപ്പോകൽ. വലാ നസ്ര, സഹായവുമില്ല. വമൻ യദ്ലിം മിൻകും, നിങ്ങളിൽ നിന്ന് അതിക്രമം പ്രവർത്തിക്കുന്നവൻ, നുദിഖുഹു, നാം അവനെ രുചിപ്പിക്കും, അദാബൻ കബീറ, വലിയ ശിക്ഷ. നിങ്ങളാണോ എൻ്റെ അടിമകളെ വഴിതെറ്റിച്ചത്, അതാ അവർ സ്വയം വഴിതെറ്റിയതാണോ എന്ന് മോമിനുകളായ, എന്നാൽ പിന്നീട് പിൽക്കാലത്ത് ദൈവങ്ങൾ വരെ ആക്കപ്പെട്ട, പ്രാർത്ഥിക്കപ്പെട്ട, ആരാധിക്കപ്പെട്ട ആളുകളോട് അല്ലാഹു തആല ചോദിക്കും. അതിന് അവർ പറയുന്ന മറുപടിയാണ് ഈ ആയത്ത്. ഖാലു സുബ്ഹാനക്, ആശ്ചര്യവും അത്ഭുതവും പ്രകടിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നതാണ്. നമ്മളും പറയാറുള്ളത് പോലെ സുബ്ഹാനല്ലാഹ്, അഥവാ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ സുബ്ഹാനല്ലാഹ് എന്ന് ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രയോഗമാണ്. മാ കാന യംബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, നിന്നെ കൂടാതെയുള്ള രക്ഷകരെ വേണമെന്ന് തോന്നുന്നവരേ ആയിരുന്നില്ല ഞങ്ങൾ എന്നാണ്. അല്ലാഹുവല്ലാത്ത വേറെ ആരെങ്കിലും വേണം ഞങ്ങൾക്ക് എന്ന് ചിന്തിക്കുകയേ ഞങ്ങൾക്ക് സാധ്യമായിരുന്നില്ല എന്നർത്ഥം. അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദ്യത്തിൻ്റെ മറുപടിയായി പറയുന്നതിൽ അതുണ്ടല്ലോ. ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖിൻ, എനിക്ക് പറയാൻ അവകാശമില്ലാത്തത് പറയാനേ എനിക്ക് പറ്റുമായിരുന്നില്ല.
എന്ന് പറയുന്നുണ്ട്. അതുപോലെ മലക്കുകളോട് ചോദിക്കും. സൂറത്തു സബയിൽ പറഞ്ഞത് യൗമ യഹ്ശുറുഹും ജമീഅൻ സുമ്മ യഖൂലു ലിൽ മലായികത്തി ഹൗലാഇ ഇയ്യാക്കും കാനു യഅ്ബുദൂൻ, ഇവർ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മലക്കുകളുടെ മറുപടി ഖാലു സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹിം, അവരായിരുന്നില്ല, നീയായിരുന്നു ഞങ്ങളുടെ വലിയ. അല്ലാഹു വലിയുല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ വലിയ അല്ലാഹുവാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇൻ ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിൻ്റെ ഔലിയ വലിയുകൾ മുത്തഖികളാണ്. അങ്ങനെ വലിയ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നതാണ്. അപ്പം ഇവിടെ ദൈവങ്ങളാക്കപ്പെട്ട ആളുകൾ അള്ളാഹുവിനോട് പറയുകയാണ്, നിന്നെ കൂടാതെ വലിയുകളെ സ്വീകരിക്കുക, അഥവാ മിത്രങ്ങളെ, സഹായികളെ എന്നൊക്കെയാണ് അപ്പോൾ അർത്ഥം. സ്വീകരിക്കുക എന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അപ്പോൾ ഇവർ ലലാലത്തിലായത്? അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ടല്ലോ. അതിൻ്റെ മറുപടി പറയുകയാണ്, ബൽ വലാക്കിൻ മത്തഅ്തഹും വആബാഅഹും ഹത്താ നസു ദിക്റ, നീ അവരെ ആസ്വദിപ്പിച്ചു, അവരുടെ പിതാക്കന്മാരെയും. എത്രത്തോളം അവർ ഉത്ബോധനങ്ങളെ അല്ലെങ്കിൽ ഉണർത്തലുകളെ, ഓർമ്മപ്പെടുത്തലുകളെ മറന്നു കളയുവാൻ മാത്രം വിഭവങ്ങൾ നീ ഇവരെയും ഇവരുടെ പൂർവികരെയും അല്ലെങ്കിൽ ഇവരുടെ പിതാക്കളെയും ആസ്വദിപ്പിച്ചു. അഥവാ നീ അവർക്ക് ധാരാളം നിഅമത്ത് ചെയ്തു കൊടുത്തു. ആ നിഅമത്തിൽ ദുനിയാവിൽ കിട്ടിയ നേട്ടങ്ങളിൽ മതിമറന്നിട്ടാണ് പടച്ചവനെ അവർ ഞങ്ങളെയൊക്കെ നിന്നെ കൂടാതെ ഇലാഹുകളായി സ്വീകരിച്ചത്, അല്ലെങ്കിൽ അവരൊക്കെ വഴിതെറ്റിപ്പോയത്. വക്കാനു ഖൗമൻ ബൂറ, അങ്ങനെ അള്ളാഹുവിനെ മറക്കുകയും അവർ ഒരു ഖൗമുൻ ബൂർ അഥവാ നശിക്കുന്ന, നാശോന്മുഖമായ അല്ലെങ്കിൽ നിലനിൽക്കാൻ യോഗ്യതയില്ലാത്ത ജനത ആയിത്തീരുകയും ചെയ്തു എന്നാണ് അവർ ദൈവങ്ങളാക്കപ്പെട്ട ആളുകൾ അള്ളാഹുവിനോട് കാരണം ബോധിപ്പിക്കുന്നത്. ഖൗമുൻ ബൂർ എന്ന് പറഞ്ഞാൽ ദാറുൽ ബവാർ എന്നുണ്ടല്ലോ, നാശത്തിൻ്റെ ഭവനം, അതാണ് അർത്ഥം. ബാഇർ എന്ന് പറഞ്ഞാൽ, ബാഇർ എന്നതിൻ്റെ ബഹുവചനമാണ് ബൂർ. അപ്പം നാശകാരികൾ എന്നർത്ഥം. ഖൗമുൻ ബൂർ, നാശകാരികളായ ജനത, ഒരു സമൂഹം മുഴുവൻ നിലനിൽക്കാൻ യോഗ്യരല്ലാത്ത ആളുകൾ ആയിത്തീരുക. അങ്ങനെയുള്ള ആളുകളുടെ സമൂഹമായതുകൊണ്ടാണ് ഇവർ വഴിതെറ്റിയത്, അല്ലാതെ ഞങ്ങളാരും പഴപ്പിച്ചതല്ല എന്ന് ദൈവങ്ങളാക്കപ്പെട്ട ആളുകൾ അള്ളാഹുവിനോട് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അള്ളാഹു അവരുടെ നേരെ തിരിയുകയാണ്. അവരുടെ നേരെ തിരിയുക എന്ന് പറഞ്ഞാൽ അതൊരു ശൈലിയാണ്, വരാൻ പോകുന്ന കാര്യമാണ്. അവരുടെ നേരെ തിരിഞ്ഞ് പറയുന്ന വർത്തമാനം ഇവരുടെ നേരെ തിരിഞ്ഞ്, അഥവാ ദുനിയാവിലെ നിഷേധികളുടെ നേരെ തിരിഞ്ഞ് പറയുകയാണ്. ഫഖദ് കസ്സബൂക്കും ബിമാ തഖൂലൂന, നിങ്ങൾ പറയുന്ന ഇതൊക്കെ നിങ്ങൾ ദൈവങ്ങളാക്കിയ ആളുകൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അഥവാ തള്ളിക്കളയും. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് സംഭവിച്ചതുപോലെ അന്നത്തെ നിഷേധികളോട് പറയുന്ന വർത്തമാനം ഇന്നത്തെ നിഷേധികളോട് പറയുകയാണ്. ഫഖദ് കസ്സബൂക്കും ബിമാ തഖൂലൂൻ, നിങ്ങളിപ്പോൾ വാദിക്കുന്ന നിങ്ങളുടെ രക്ഷകരാണ്, സഹായികളാണ്, രക്ഷിക്കും, ശുപാർശകരാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ മുഴുവനും, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ മുഴുവൻ, അതൊക്കെ അവർ തള്ളിക്കളയും, രണ്ടു കൂട്ടരെയും കൂടി ഒരുമിച്ച് കൂട്ടുമ്പോൾ എന്നർത്ഥം. ഫമാ തസ്തതിഉന സർഫം വലാ നസ്റ, അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകാനോ സർഫോ നസ്റോ സാധിക്കുകയില്ല എന്നാണ്. സർഫ് എന്ന് പറഞ്ഞാൽ മാറ്റം, അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് പിടികൊടുക്കാതെ വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ അത് സാധിക്കുകയില്ല. അല്ലെങ്കിൽ അവിടുന്ന് ഒരു നിലപാട് മാറ്റാൻ, ഒന്നുകൂടി ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അനുസരിച്ചോളാം എന്ന് പറയാൻ, അങ്ങനെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. വലാ നസ്ര, സഹായവുമില്ല എന്നാണ്. അഥവാ നിങ്ങൾക്കൊരു സഹായവും അവിടെ ലഭിക്കുകയുമില്ല. പിന്നെ എന്താണ് ഉണ്ടാവുക? വമൻ യദ്ലിം മിൻകും,
നിങ്ങളിൽ നിന്ന് അഥവാ പരിശുദ്ധ ഖുർആനിനെ തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ചെയ്തവർ, അവരെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. അവരോടാണല്ലോ നരകാണോ നല്ലത്, ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദി എന്നൊക്കെ ചോദിച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ദൈവങ്ങൾ നിങ്ങളെ തള്ളിക്കളയും. അതുപോലെ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ അവസ്ഥയ്ക്കൊരു മാറ്റമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായമോ അതുപോലും കിട്ടുകയില്ല. വമൻ യദ്ലിം മിൻകും, നിങ്ങളിൽ നിന്ന് ആര് അക്രമം ചെയ്യുന്നുവോ എന്നാണ്. അക്രമം ഇന്ന ശിർക ലദുൽമുൻ അളീം, ഷിർക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അള്ളാഹുവിനെ കൂടാതെ വേറെ ഇലാഹുകളെ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ദുൽമ്. അങ്ങനെ നിങ്ങൾ ദുൽമ് ചെയ്യുന്ന പക്ഷം നുദിഖുഹു, അങ്ങനെ ആര് ദുൽമ് ചെയ്യുന്നുവോ നുദിഖുഹു അദാബൻ കബീറ, അവനെ വലിയ ശിക്ഷ എന്താണെന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. സഈർ, അതുപോലെ അതിൻ്റെ ഇരമ്പൽ, ഇടുങ്ങിയ സ്ഥലം, ബന്ധിതരായ അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ളത്, നിലവിളി, ഇങ്ങനെയൊക്കെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് തന്നെ, അത് അങ്ങനെ വലിയ ശിക്ഷ അവരെ നാം അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഈ ദൈവങ്ങളാരും നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല എന്ന് ഉറച്ച താക്കീതാണ് അവരുടെ ആരോപണത്തിൻ്റെ മറുപടിയായിട്ട്. അഥവാ ഇതെന്ത് റസൂലാണ്, ഇതെന്ത് ഖുർആനാണ് എന്നൊക്കെ എന്തുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ ഒന്നും ഇറക്കുന്നില്ല എന്ന് ബോധ്യം വന്നിട്ടും ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്ന ആളുകളെ താക്കീത് ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങളെയൊക്കെ ഒരുമിച്ച്, നിങ്ങൾ ദൈവങ്ങളാണെന്ന് സമ്മതിച്ചിട്ടുള്ള സാധനങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു സീനാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അടുത്ത ആയത്തിൽ നബിമാർ ഭക്ഷണം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്, മുമ്പുള്ള നബിമാരെങ്ങനെയായിരുന്നു എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട് അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ ബിൽഇദ്റാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ ആതിനാ മാ വഅദ്തനാ അലാ റസൂലിക വലാ തഖ്സിനാ യൗമൽ ഖിയാമഹ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.